കണ്ണൂരിൽ വനം വകുപ്പ് ഓഫീസിനോട് ചേർന്നുള്ള ശ്മശാന ഭൂമിയിൽ 50 സെന്റ് വനം വകുപ്പിന് വിട്ടുകൊടുക്കണമെന്ന് കളക്ടറുടെ നിർദ്ദേശം. കണ്ണൂക്കര ബുരിയർ ഗ്രൗണ്ടിന് വേണ്ടിയാണ് വനം വകുപ്പിന്റെ വാദം. എന്നാൽ കണ്ണൂർ കോർപ്പറേഷൻ ഈ നിർദ്ദേശം തള്ളി. കോർപ്പറേഷന്റെ 1 ഇഞ്ച് ഭൂമി പോലും വിട്ടുകൊടുക്കില്ലെന്ന് മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര പറഞ്ഞു. പ്രത്യേക കൗൺസിൽ വിളിച്ചാണ് ഭൂമി വിട്ടുകൊടുക്കില്ലെന്ന് തീരുമാനിച്ചത്. വിവിധ സമുദായങ്ങളുടെ ശ്മശാനമാണ് ഭൂമി. ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ സ്ഥലങ്ങള്, ഭൂമികള് ഇങ്ങനെ മറ്റു ഡിപ്പാർട്ട്മെന്റുകൾ കൈയേറുന്നതും കൈകാര്യം ചെയ്യാൻ ആവശ്യപ്പെടുന്നതും ഒരു കാലത്തും അംഗീകരിക്കാൻ പറ്റുന്നതും കാര്യമല്ല. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കണം, ഒരു കണ്ണൂർ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്ത് ഞങ്ങൾക്ക് ഒരുപാട് പദ്ധതി ആസൂത്രണവുമായി ബന്ധപ്പെട്ട പദ്ധതി തുകകൾ ലഭിക്കുമ്പോൾ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോലും നമുക്ക് സ്ഥലം ഇല്ലാത്ത സാഹചര്യം നമുക്ക് നിലവിലുണ്ട്. ഈ സാഹചര്യം പോലും നിലനിൽക്കുകയാണ് ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ആ ആവശ്യത്തിന് ജില്ലാ ഭരണകൂടം ഒത്താശ ചെയ്യുന്ന നടപടി തികച്ചും ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഒരു കാലത്തും നമുക്കത് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. മനോജ് മെയിൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, കണ്ണൂക്കര ബുരിയർ ഗ്രൗണ്ടിനു വേണ്ടിയാണ് ഈ കണ്ണൂരിൽ വനം വകുപ്പ് ഓഫീസിനോട് ചേർന്നുള്ള ശ്മശാന ഭൂമിയിലെ 50 സെന്റ് സ്ഥലം വിട്ടുകൊടുക്കണമെന്ന് കളക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ ഈ സ്ഥലം വിട്ടു നൽകില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് മേയർ ഉള്ളത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? കൃഷ്ണേന്ദു, കണ്ണൂത്തുംചാലിൽ വനംവകുപ്പിന്റെ ഓഫീസിന് മുൻവശത്തായാണ് 3 ഏക്കറോളം വരുന്ന കോർപ്പറേഷന്റെ അധീനതയിലുള്ള ഈ സ്ഥലമുള്ളത്. ഈ സ്ഥലത്തിന് വേണ്ടിയാണ് വനംവകുപ്പ് ഇപ്പോൾ അവകാശവാദം ഉന്നയിച്ചിട്ടുള്ളത്. തുടർന്ന് കളക്ടർക്ക് അപേക്ഷ നൽകി. അങ്ങനെ കളക്ടർ ഇവിടെ 50 സെന്റ് സ്ഥലം വനംവകുപ്പിന് നൽകണം എന്ന് കാട്ടി കോർപ്പറേഷന് കത്ത് നൽകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ മാസം 27-ന് ഇത് സംബന്ധിച്ച് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ യോഗം ചേരുകയും ഈ സ്ഥല പരിശോധന അടക്കം നടത്തുകയും ചെയ്തു. നഗരസഭാ ഉദ്യോഗസ്ഥരും ഇതിൽ പങ്കാളികളായിരുന്നു. നഗരസഭയുടെ അധീനതയിലുള്ള സ്ഥലമായതിനാൽ ഇതിന് കൗൺസിലിന്റെ പ്രത്യേക അംഗീകാരം നേടേണ്ടതുണ്ട്. അങ്ങനെയാണ് ഇന്ന് ഒറ്റ അജണ്ടയായി ഇന്ന് പ്രത്യേക കൗൺസിൽ വിളിച്ചാണ് ഈ കാര്യം കണ്ണൂർ കോർപ്പറേഷൻ ചർച്ച ചെയ്തത്. എന്നാൽ ഈ 1 ഇഞ്ച് ഭൂമി പോലും അവിടെ നിന്നും വിട്ടുകൊടുക്കേണ്ടതില്ല എന്ന തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. കൗൺസിൽ ഏകകണ്ഠമായി തന്നെ ഇത് പാസ്സാക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കോർപ്പറേഷന്റെ സ്ഥലം കൈമാറണമെന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെ മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര നിലപാടെടുത്തു. ജില്ലാ ഭരണകൂടം ഇതിന് കൂട്ടുനിന്നത് ശരിയായില്ല എന്നും മേയർ പറഞ്ഞു. ഈ കോർപ്പറേഷന്റെ സ്ഥലത്ത് കോർപ്പറേഷന്റെ 1 ഇഞ്ച് ഭൂമി പോലും അങ്ങനെ ഏതെങ്കിലും വകുപ്പിനോ മറ്റോ കൈമാറാൻ കഴിയില്ല എന്ന കർശനമായ നിലപാട് തന്നെ മേയർ ഈ കൗൺസിലിൽ എടുക്കുകയും ചെയ്തു. എന്തായാലും ഈ സ്ഥലം കൈമാറേണ്ടതില്ല എന്ന ഉറച്ച തീരുമാനം കണ്ണൂർ കോർപ്പറേഷൻ എടുത്തിരിക്കുകയാണ്. ഇതിപ്പോൾ അവിടെ ഈ ഭൂമി എന്ന് പറയുന്നത് 3 ഏക്കറോളം വരുന്ന ഈ ഭൂമി എന്ന് പറയുന്നത് വിവിധ സമുദായങ്ങൾ ശ്മശാനമായി ഉപയോഗിക്കുന്ന ഭൂമിയാണ്. ഓരോ സമുദായത്തിനും പ്രത്യേകം സ്ഥലം നിശ്ചയിച്ച് അവിടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. അവിടെ ദഹിപ്പിക്കുന്ന രീതിയിൽ സംസ്കാരം നടക്കാറില്ല. അവിടെ ഈ മൃതദേഹങ്ങൾ മറവ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ പരിസരത്വം വലിയ പ്രയാസങ്ങളില്ലാതെ ആ ശ്മശാനം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ശ്മശാനത്തിനൊരു സംരക്ഷണ സമിതിയുണ്ട്. KG ബാബു ആണ് അതിന്റെ പ്രസിഡന്റ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഈ ശ്മശാനം നടത്തിക്കൊണ്ട് പോകുന്നുമുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ വലിയ പ്രയാസമാണ് ഈ കണ്ണൂർ നഗരത്തിൽ ഒരു ശ്മശാനത്തിന്റെ ഒരു ഭൂമിയൊക്കെ കിട്ടുന്നതിന് വലിയ പ്രയാസം നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് KG ബാബുവോടും ഒക്കെ സംസാരിച്ചപ്പോൾ അദ്ദേഹവും അക്കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ BJP ഉൾപ്പെടെയുള്ള പാർട്ടികളും ഈ ശ്മശാനം സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബിനിൽ കണ്ണൂർ, BJPയുടെ കണ്ണൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി ബിനിൽ കണ്ണൂർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് ഇങ്ങനെ വിട്ടുകൊടുക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടാകുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. അങ്ങനെ ഈ ശ്മശാന ഭൂമി നിലനിർത്തേണ്ടതുണ്ട്. പകരം ഒരു ഭൂമി കണ്ടെത്തുക വളരെ പ്രയാസമാണ്. ഇനി അങ്ങോട്ട് വലിയ രീതിയിലുള്ള പ്രയാസം ഇതിൽ നേരിടും എന്നുകൂടി ഈ ശ്മശാന സംരക്ഷണ സമിതി വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭൂമി വിട്ടുകൊടുക്കേണ്ടതില്ല എന്ന് കൗൺസിൽ തീരുമാനത്തെ ഇവരൊക്കെ സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ വീണ്ടും ഈ ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഏതെങ്കിലും ഭാഗത്ത് നിന്ന് സർക്കാർ തലത്തിലോ മറ്റോ ഉണ്ടാകുമോ എന്ന ആശങ്കയും ഇവർക്കുണ്ട്. പക്ഷേ കോർപ്പറേഷന്റെ അധീനതയിലുള്ള സ്ഥലമാണ്. അപ്പോൾ കോർപ്പറേഷൻ പറയുന്നത് ഈ ഭൂമി വിട്ടുകൊടുക്കേണ്ടതില്ല എന്ന ഉറച്ച തീരുമാനം കൗൺസിൽ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അത് മറികടന്നുകൊണ്ടുള്ള ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും കുറവാണ്. എന്തായാലും ഈ ഭൂമി വിട്ടുകൊടുക്കേണ്ടതില്ല എന്ന ഉറച്ച തീരുമാനം കളക്ടറെ അറിയിക്കാനാണ് ഇന്ന് കൗൺസിൽ തീരുമാനിച്ചിട്ടുള്ളത്. കൃഷ്ണേന്ദു.